നല്ല ചൂട് പൊറോട്ടയ്ക്കൊപ്പം ഫ്രൈഡ് റൈസിനൊപ്പം ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കളർഫുൾ ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ വെച്ചു, ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് സവോള ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുത്തു. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഒന്ന് പഴുത്താണ്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കം കുറച്ച് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്, അതാണ് കളർ കിട്ടുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം സോസുകൾ, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസുകളും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പും പുളിയെല്ലാം ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തേ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു റീല് DM ചെയ്ത് തന്നാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഡെക്കറേഷനും കൂടെ വേണ്ടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.